സ്നേഹമുള്ളവരെ, പുല്ലൂർ സെൻറ് സേവിയർസ് ഇടവകയുടെ സുവർണ ജൂബിലിയുടെ ഭാഗമായി നടത്തുന്ന സുവർണ മൊഴികൾ എന്ന വചനവിചിന്തനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ശരത് സേവ്യർ. ഇന്നത്തെ വചനഭാഗം ലൂക്കായുടെ സുവിശേഷം 24 അധ്യായം 44 മുതൽ 53 വരെയുള്ള വാക്യങ്ങളാണ്. ഉയർത്തെഴുന്നേറ്റ് യേശു തൻ്റെ ശിഷ്യന്മാരെ കണ്ട് അവസാനമായി സംസാരിക്കുന്ന വചനഭാഗങ്ങളാണ് നാം ഇവിടെ നിന്ന് വായിക്കുന്നത്. യേശു അവരോട് പറഞ്ഞു, മോശയുടെ നിയമത്തിലും പ്രവാചകന്മാരിലും സങ്കീർത്തനത്തിലും എന്നെക്കുറിച്ച് എഴുതപ്പെട്ടിരിക്കുന്നത് പൂർത്തിയാക്കേണ്ടിയിരിക്കുന്നുവെന്ന് ഞാൻ നിങ്ങളുടെ കൂടെയായിരുന്നപ്പോൾ പറഞ്ഞിട്ടുണ്ടല്ലോ. എന്നാൽ ശിഷ്യന്മാർക്ക് ഇതിൻ്റെ അർത്ഥം ആഴത്തിൽ മനസ്സിലായിരുന്നില്ല. ഏഷ്യ പ്രവാചകന്റെ പുസ്തകം 53 അധ്യായം 5 വാക്യത്തിൽ പ്രവാചകൻ യേശുവിനെ കുറിച്ച് പറയുന്നത് നാം വായിക്കുന്നുണ്ട്. നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി അവൻ മുറിവേൽക്കപ്പെട്ടു, നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി ക്ഷതമേൽപ്പിക്കപ്പെട്ടു. അവൻ്റെ മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷ നൽകി, അവൻ്റെ ക്ഷതങ്ങളാൽ നാം സൗഖ്യം പ്രാപിച്ചു. ഇതേപോലെ മോശയുടെ നിയമത്തിലും യേശുവാകുന്ന പെസഹ കുഞ്ഞാടിനെ കുറിച്ച് പറയുന്നതും നാം വായിക്കുന്നു. സങ്കീർത്തനത്തിൽ 22 അധ്യായം 1 വാക്യത്തിൽ യേശു മരണസമയത്ത് ഉച്ചരിച്ച വാക്കുകൾ, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത് എന്നും നാം വായിക്കുന്നുണ്ട്. ഇതെല്ലാം ശിഷ്യന്മാർ ആഴത്തിൽ മനസ്സിലാക്കാതെ വന്നപ്പോഴാണ് യേശു അവരുടെ മനസ്സ് തുറന്നത്. ഈ വചനബോധം മനുഷ്യബുദ്ധിയാൽ മാത്രം ലഭിക്കുന്നതല്ല എന്നും ദൈവം തുറക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാക്കുന്നത് എന്നും നാം ഓർക്കേണ്ടതാണ്. വചനം വായിക്കുമ്പോൾ അത് ഗ്രഹിക്കാനുള്ള ബുദ്ധി ഞങ്ങൾക്ക് തുറന്നു തരണമേ എന്നും നമുക്ക് പ്രാർത്ഥിക്കാം. രണ്ടാമതായി ഈ വചനഭാഗത്ത് നാം വായിക്കുന്നത് യേശു ശിഷ്യന്മാരെ ഒരു ദൗത്യം ഏൽപ്പിക്കുന്നതാണ്. പാപമോചനത്തിനായുള്ള മാനസാന്തരം അവൻ്റെ നാമത്തിൽ സകല ജാതികളിലും പ്രസംഗിക്കപ്പെടണം. യേശുവിൻ്റെ നാമത്തിൽ ലോകമെങ്ങും പ്രസംഗിക്കപ്പെടേണ്ട സന്ദേശം ഇതാണ്. മാനസാന്തരത്തിലൂടെ പാപമോചനം ലഭിക്കുന്നു. ദൈവം ശിക്ഷിക്കാനല്ല, രക്ഷിക്കാനാണ് നമ്മളെ വിളിക്കുന്നത്. തെറ്റുകളിൽ നിന്ന് തിരിഞ്ഞ് അവൻ്റെ സ്നേഹത്തിലേക്ക് വരുമ്പോൾ ഒരു പുതിയ ജീവിതം അവൻ നമുക്ക് നൽകുന്നു. യേശുവിലൂടെ ദൈവം നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കുന്നു. മൂന്നാമതായി ഈ വചനഭാഗത്ത് നാം വായിക്കുന്നത് യേശു തൻ്റെ ശിഷ്യന്മാർക്ക് പരിശുദ്ധാത്മാവിനെ വാഗ്ദാനം ചെയ്യുന്നതാണ്. ഇതാ, എൻ്റെ പിതാവിൻ്റെ വാഗ്ദാനം നിങ്ങളുടെ മേൽ ഞാൻ അയക്കുന്നു. ഉന്നതത്തിൽ നിന്നുള്ള ഈ ശക്തി പരിശുദ്ധാത്മാവാണെന്ന് നമുക്കറിയാം. യേശു നമ്മളെ ഏൽപ്പിച്ച് ഈ വലിയ ദൗത്യം ചെയ്യാൻ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി അനിവാര്യമാണ്. പരിശുദ്ധാത്മാവ് വന്നു നിറയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും എന്ന യേശുവിൻ്റെ വചനം നമുക്ക് ഓർക്കാം. പരിശുദ്ധാത്മാവ് വന്നു നിറഞ്ഞപ്പോഴാണ് പത്രോസും മറ്റു ശിഷ്യന്മാരും ധൈര്യത്തോടെ ലോകമെങ്ങും പോയി യേശുവിൻ്റെ സുവിശേഷം പ്രസംഗിക്കാൻ ശക്തി പ്രാപിച്ചത്. പ്രാർത്ഥനയിലൂടെയും വിശ്വാസ ജീവിതത്തിലൂടെയും നാം ദൈവത്തോട് കൂടുതൽ അടുക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളിൽ വന്ന് നിറയുന്നു. എന്നെ ആത്മാവിനാൽ നിറയ്ക്കണമേ എന്ന് നമുക്ക് അനുദിനം പ്രാർത്ഥിക്കാം. നാലാമതായി ഈ വചനഭാഗത്ത് നമ്മൾ യേശുവിൻ്റെ സ്വർഗാരോഹണത്തെക്കുറിച്ച് വായിക്കുന്നു. യേശു ശിഷ്യന്മാരെ കൈകൾ ഉയർത്തി അനുഗ്രഹിച്ചുകൊണ്ട് സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെട്ടു. ഇതവൻ്റെ ദൈവിക മഹത്വം പ്രകടമാക്കുന്നു. അവൻ ഇന്നും തൻ്റെ ജനങ്ങളെ അനുഗ്രഹിക്കുകയും നയിക്കുകയും ചെയ്യുന്നു. പിതാവിൻ്റെ വലത്തുഭാഗത്തിരിക്കുന്ന രാജാവാണ് അവിടുന്ന്. യേശു സ്വർഗത്തിലേക്ക് പോയതുപോലെ അവനിൽ വിശ്വസിക്കുന്നവർക്കും നിത്യജീവൻ്റെ പ്രത്യാശയുണ്ട്. ഭൂമിയിലെ നമ്മുടെ ജീവിതം താൽക്കാലികമാണ്, എന്നാൽ ദൈവം വിശ്വാസികൾക്കായി ഒരുക്കിയിരിക്കുന്ന സ്വർഗീയ മഹത്വം നിത്യമാണ്. 1 പത്രോസ് 1 അധ്യായത്തിലും യേശുവിൻ്റെ പുനരുത്ഥാനം നമുക്ക് വലിയ പ്രത്യാശ നൽകുന്നു എന്നും നാം വായിക്കുന്നുണ്ട്. വചനത്തിൽ നാം വായിക്കുന്നു, അവിടുന്ന് തൻ്റെ കാരുണ്യാതിരേകത്താൽ യേശു ക്രിസ്തുവിൻ്റെ മരിച്ചവരിൽ നിന്നുള്ള ഉത്ഥാനം വഴി സജീവമായ പ്രത്യാശയിലേക്കും നിങ്ങൾക്കായി സ്വർഗത്തിൽ കാത്തു സൂക്ഷിക്കപ്പെടുന്ന അക്ഷയവും കളങ്കരഹിതവും ഒളിമങ്ങാത്തതുമായ അവകാശത്തിലേക്കും നമ്മെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. ശിഷ്യന്മാർ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് സദാസമയവും ദേവാലയത്തിൽ കഴിഞ്ഞുകൂടി. ദേവാലയ കേന്ദ്രീകൃതമായ ഒരു വിശ്വാസ ജീവിതം നയിച്ചുകൊണ്ട് നമുക്കും യേശുവിന് സാക്ഷികളാകാം. ദൈവം നമ്മയെല്ലാം സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ.